നമ്മൾ എങ്ങനെ വളർന്ന് ഓടിയോന്ന് 3, 6, 10 വർഷത്തില് ദൈവസ്നേഹത്തിൽ ഉത്ഭവിക്കുന്നതാണ് നിലനിൽക്കുന്നത്. അതൊരിക്കലും അവസാനിക്കില്ല. ആക്ട് 5:32 തൊട്ട് 40 വർഷങ്ങൾ ദൈവത്തിന് അല്ലാത്തതെല്ലാം ഒരു അവസാനിക്കും. ഇതൊന്നും കവടാന്മാരെല്ലാം കണ്ടുപിടിക്കാനുള്ള ജോലികൾ നമുക്ക് 2 കൊരിന്ത്യസ് 11 12 വരണം കേട്ടോ. ചില സ്ഥലങ്ങളിൽ മാലാഖ പ്രവർത്തനമായിട്ടിരിക്കും, ചില സ്ഥലത്ത് സേവക്കാരായിട്ടിരിക്കും കേട്ടോ. ഇതിൽ കൈവച്ചാൽ അവരുടെ വേണ്ടിയാണ് കയറുന്നത്, അവരുടെ പൈശാചികത കൈവെക്കുന്നു എന്നത് അധ്യാനകാലത്തിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥിക്കാൻ അവർക്ക് അവിടെ ആദ്യം കിടന്ന് പ്രാർത്ഥന എഴുതുന്നതാണ് അല്ലേ. കടകളിലെ താഴെക്കാലം 10 എല്ലാം ഓടിക്കുന്ന അതിലെത്തും. ദൈവം വെളിപ്പെടുത്തിരിക്കുന്നതല്ല, നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കൃഷ്ണമാർഗത്തിൽ പോയി നിങ്ങളുടെ വിശ്വാസം ഉറക്കുന്ന പോലെ ദൈവം കൊണ്ടുപോകും. പ്രഭാഷകൻ 4:17-19 വായിക്കും. ആദ്യം അവരെ കൃഷ്ണമാർഗങ്ങളിലൂടെ നയിക്കും. ആദ്യം നിങ്ങളെ കൃഷ്ണമാർഗം ദൈവത്തിന് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയൊക്കെ തോന്നും. ആദ്യം അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അതിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കട്ടെ. മനസ്സിലായ അവർക്ക് ഒരിക്കലും വെളിപ്പെടുത്തി കൊടുക്കും. ഇത് ദൈവ സ്ക്രിപ്റ്റ് വരുന്നത് വിശുദ്ധിയിൽ കൂടിയാണ്. ദൈവ പ്രത്യേകത്ത് വിശുദ്ധി അടുത്ത് മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. ദുഷ്ടം 3:5 നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങൾ അത്ഭുതം കാണാം. അത് വലിയ കൃപയാണ്. അതാണ് 4 വർഷം എന്ന് പറയുന്നത്. 11 ജീവിതമായി ഞാൻ 6-9 ഡിസ്റ്റൻസ് 9-11 പ്രജകൾക്ക് തീഷ്ണമായ അഭിലാഷം കാണിച്ച് വരുന്ന ദൈവത്തെ മരങ്ങളാണ്, കൃപയാണ്, ആത്മാവുകളെ കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തരും. അപ്പൊ അത് കാണിക്കാനാണ്. അപ്പൊ അതൊന്നും പഠിച്ചില്ലേ. ഇതുപോലെ 5 സ്ഥലങ്ങളിൽ തന്നപ്പോൾ കൈവക്ക് പ്രാർത്ഥനയാണ് സാത്താൻ ഏറ്റവും വലിയ ഒരു മീഡിയം. വേഗം അത് നാം കൈവച്ചു കഴിഞ്ഞാൽ അവന്റെ അരികയാണ്. ആദ്യകാലത്ത് എനിക്ക് കാണിച്ചവർ വേടിച്ചപ്പോൾ ഹസ്ബൻഡ് വൈഫ് പറയും, നമ്മൾ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ സായിബാബ വഴിക്ക് അങ്ങോട്ട് പോണ വഴിക്ക് ഈ വരണ വഴിക്ക് ഭർത്താവിന്റെ കൈയുടെ തലം കഴിച്ചിട്ട് പോയി കേട്ടോ. പിന്നെ ആ കുടുംബം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് കയറിയിട്ട് ഭയങ്കര അസ്വസ്ഥയായിരുന്നു ആ വീട്ടില്. അപ്പോൾ എന്താണ് അപ്പോൾ കൗൺസിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാം അറിയുന്നത്. ഡൈവേഴ്സ് എത്തിയിരിക്കുക, കത്തിക്കൂട്ട് നടന്ന പോലെ ഉണ്ടായിരിക്കുക കൊല്ലുന്നു. അപ്പോഴാണ് അവരുടെ സൈക്കോ അവിടെ കൈവെപ്പുമാണ്. അവരെന്താ കൊടുത്തിട്ട് നല്ല ആത്മാവാണ്. 2 ടെസ്റ്റോണിക്ക് 2-ല് 3-5 വനത്തിന്റെ ആത്മാവിനാണ് കൊടുത്തത്. വൈകിട്ടാണ് ആരും നിങ്ങളെ ഒരു വിധത്തിൽ വഞ്ചിക്കാതിരിക്കട്ടെ. എന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാകുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവങ്ങളെ വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമാകുന്നതോ ആയ എല്ലാവരെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രദർശിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആരാധ്യ സ്ഥാനം പിടിക്കും. ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടത് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തി ഇരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോ അവൻ ദൈവത്തിന്റെ സ്ഥാനത്ത് പൈശാചികത്തിൽ പ്രവർത്തിക്കുകയാണ്. അത് ലോകത്തിന് മുമ്പിൽ അംഗീകരിക്കുകയാണ്. പോകാൻ നോക്കുന്നില്ല. അവൻ അംഗീകരിച്ചാൽ കഠിന പാപത്തിലോട്ട് വരികയാണ്. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിട്ടും അവ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. കണ്ടോ? ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. വിശക്കുന്നുണ്ടാവും, വളരെ വിശപ്പുണ്ടാവും. ഇതെല്ലാം കേട്ട് വരുമ്പോഴേ ജയിക്കല പലർക്കും. കാരണം ചിലർ പാലിക്കുന്ന പ്രായമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് 2005 14 വായിച്ചിട്ട് കഴിക്കുന്നു. പലരും ഭക്ഷണത്തിലൊക്കെ ഇന്നതാണ് വന്നിരിക്കുന്നത്. എടുക്കുന്നത് ആദ്യം പിന്നെ റെഡിയായിട്ടിരിക്കാനായിട്ട് പഞ്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ള അതുകൊണ്ട് പഞ്ചത്ത് വേഗം പ്രാർത്ഥിച്ചു. പിന്നെ തുടങ്ങാം. വേണം വേണ്ട എല്ലാവരും ഇവിടെ താമസിക്കുന്നവരാണോ? വായിച്ചു. ഇതേക്കുറിച്ച് ഇനി ധാരാളം നിങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾ ഗ്രഹിക്കുന്നത് പിന്നോക്കമായതുകൊണ്ട് അതെല്ലാം വിശദീകരിക്കുക വിഷമമാണ്.
ഇതിനെ ഗ്രഹിക്കാൻ പിന്നോക്കമായതുകൊണ്ട് അതെല്ലാം പറഞ്ഞു തരാൻ ഗ്രഹിക്കാൻ സാധിക്കില്ല. ഇതിനകത്ത് നിങ്ങളെല്ലാവരും പ്രബോധനരായിരിക്കുന്നവരാണ്. പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് ആരാണ്? 1 കൊരിന്ത്യർ 12 അധ്യായത്തില് 1 വാക്യത്തിൽ തന്നെ പറയുന്നു, സഹോദരനെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മളെല്ലാം ഈ ആത്മീയ ദാനങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം. പരിശുദ്ധായുടെ ദാനങ്ങൾ, ദൈവത്തിന്റെ ദാനങ്ങൾ. യോഹന്നാന്റെ സുവിശേഷത്തില് 4 അധ്യായത്തില് 10 വാക്യത്തില് യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനമില്ലെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ഈ ജീവജലമാണ് ദൈവം ഈശോ നമുക്ക് തരുന്നത്. വചനമാണ് ആ ജീവൻ. യോഹന്നാൻ 6:7 ഈശോ പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈ ജീവനുമാണ്. സംഗീതം 1:3 ജെറമ്യ 17:8 തീർച്ചയായും അരികെ നട്ടതും നിരാകാരം ഫലം തരുന്നതും ഇല കൊയ്യാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ജീവജലം. ഈ ജീവജലം വരുന്നതാണ് ഈ ആത്മീയ ദാനങ്ങളെല്ലാം മനസ്സിലാവുന്ന നമുക്ക്. എപ്പോഴും സ്വന്തമല്ല സ്വർഗീയമായ ആത്മീയ വരങ്ങളുണ്ടെന്ന് പറയുന്നതാണ്. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. അത് ആത്മീയമായി വന്നാൽ മാത്രമേ ആത്മീയ വരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മിസ്റ്റർ പൗലോസ് പറയുന്ന 1 കൊരിന്ത്യർ 2:14 ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ പോഷിതമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. അത് സ്വീകരിക്കാൻ സാധിക്കില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവരാകെ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുകയില്ല. അവ ഗ്രഹിക്കാൻ സാധിക്കില്ല. റോമയട്ടേഴ് താല്പര്യമായിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. ആ ദൈവത്തിന്റെ നിയമത്തിൽ കീഴ്പ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് പൗലോസ് വീണ്ടും പറയുകയാണ്, നിങ്ങൾ വിജാതിയായിരുന്നപ്പോൾ സംസാര ശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ഇതൊന്നുമില്ലാത്ത കാലത്തായിരുന്നു നാം അനേക വിഗ്രഹങ്ങളുടെ പോയി ഓടിയത്. പല വിഗ്രഹങ്ങള്, ഹൃദയത്തിൽ വിഗ്രഹങ്ങള്. ഇസയ്ക്കൽ പ്രവാചകൻ 14:3 നമ്മുടെ ഹൃദയത്തിൽ പല വിഗ്രഹങ്ങളെ കയറ്റി വെച്ചുകൊണ്ടിരുന്നു. മനുഷ്യർക്ക് ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവരുടെ പാപരേഖകൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണം. ഈശോ പറയുന്നത് യോഹന്നാൻ 6:21 നിന്റെ നിക്ഷേപം എവിടെയാണ് അവിടെയാണ് നിന്റെ ഹൃദയം. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. അത് ദാനങ്ങൾ വൈദ്യുണ്ടെങ്കിലും 1 കൊരിന്ത്യർ 12:4 4-11 വരത്തില്ല. ദാനങ്ങൾ വൈദ്യുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകൾ വൈദ്യുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. അപ്പോൾ ശുശ്രൂഷയിൽ തന്നെ റോമം 12 3-8 വരത്തില്ല. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാലും പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിൽ അധികം മേന്മ ആരും ഭാവിക്കുന്നത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുന്നു. അപ്പൊ വിശ്വാസത്തിന്റെ അളവനുസരിച്ചാണ് നമ്മുടെ കൃപയിൽ വരുന്നത്. അതോ പത്രോസിന്റെ വിശ്വാസത്തിലൊക്കെയാണോ? പത്രോസിന്റെ കൃപത്തിന് ദൈവം കൊടുക്കും. സെയിന്റ് ആന്റണിയുടെ വിശ്വാസം വന്നാലും അതേ കൃപ തന്നെ കൊടുക്കും. ആ വിശ്വാസമാണ് ശക്തമായ വിശ്വാസം. തോമസ്റ്റിയായ വിശ്വാസം വന്നാലും അതേപോലെ കൃപ കൊടുക്കും ദൈവം. യോഹന്നാൻ 3:34 ദൈവം ആത്മാവിനെ അളന്നല്ല കൊടുക്കുന്നത്, വാരിക്കോരി കൊടുത്ത് ചിലപ്പോൾ. അത് ദൈവത്തിന് ഇഷ്ടമുള്ള പോലെയാണ് ചെയ്യുന്നത്. റോമ 9:14-15 അത് ദൈവത്തിന്റെ കരുണയാണ് പരമപ്രധാനം, ദയാണ് പരമപ്രധാനം എന്ന് പറയുന്നത്. പുറപ്പാട് 33:19 ദൈവം തനിക്ക് ഇഷ്ടമുള്ളവർക്ക് ദൈവം കൊടുക്കും. അത് ദൈവത്തിന്റെ ആ തിരഞ്ഞെടുപ്പ് നിർത്തിക്കൊണ്ടു പോകാനാണ് ദൈവം ചെയ്യുന്നത്. ഓരോരോ കാലഘട്ടത്തില് ഏപ്രിൽ 1-3 അനേക പ്രവാചകന്മാരെല്ലാം കൊണ്ടുവരുന്നത്, ആത്മത്വം കൊണ്ടുവരുന്നത് തന്റെ ഇതം പൂർത്തീകരിക്കാനാണ്.
നമ്മളില്ലെങ്കിൽ വേറെ ആരെങ്കിലും ദൈവം എടുത്തു. ആ ദൈവത്തിന് യോജിച്ചവരായി ദൈവത്തിന്റെ വിശ്വസ്തരായി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും.